ചേട്ടാ, ബെപ്കോ ഇപ്പോൾ ഈ നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നീണ്ട ക്യൂ നിന്ന് മാത്രമേ മദ്യം വാങ്ങാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ ബെപ്കോ ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കും, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കത്തില്ല, അതുപോലെ വീട്ടിലേക്ക് മദ്യം എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആശയം പങ്കെടുക്കും. എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അത് എനിക്ക് ആവശ്യമുണ്ട്. മദ്യം ഇങ്ങനെ വീട്ടിൽ കൊണ്ട് എത്തിച്ചാൽ വളരെ ഉപകാരമാണ്. എന്തുകൊണ്ടാണ് അത് നല്ല സന്തോഷമാണ്. നമ്മൾ കൊണ്ടെത്തിച്ചാൽ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം എന്തുകൊണ്ട് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ ഇവിടെ എത്തുമ്പോൾ നീണ്ട ക്യൂ ആണല്ലേ ഉള്ളത്? ഇഷ്ടം പോലെ നീണ്ട ക്യൂ ആണ്. നമുക്ക് ഭയങ്കര പാടാണ്. ഓവർബ്രിഡ്ജിനോട് ഭയങ്കര ക്യൂ ആണ്. അത് ഒന്ന് ക്ലിയർ ചെയ്യുക. വീട്ടിലേക്ക് എത്തിച്ചെങ്കിൽ എന്തൊക്കെ ഉപയോഗങ്ങളാണുള്ളത്? വീട്ടിൽ എത്തിച്ചാൽ നമുക്ക് സന്തോഷമുണ്ട്, മനസ്സമാനമുണ്ട്. നമുക്ക് വേറെ കുഴപ്പമില്ല. നമുക്ക് ഈ ആട്ടയ്ക്കും പൈസയും വേണ്ട, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഇവിടെ എത്തുന്നവർക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് ഈ കാര്യം സ്വീകാര്യമാണ്. കാരണം ഇവിടെ വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, മറ്റു പ്രശ്നങ്ങളില്ല. ഓട്ടോ ചാർജ് കൊടുത്ത് ഇവിടെ വരേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോയ്ക്ക് കൊടുക്കുന്ന പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ മദ്യം വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെലിവറി ചാർജ് ആയിട്ടും അവർക്ക് നൽകാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും വീണ്ടും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. റേഷനൊക്കെയാണ് ഓൺലൈൻ ആക്കേണ്ടത്, അല്ലാതെ മദ്യമല്ല എന്ന് പറയുന്നു. മദ്യം ബ്ലാക്കിൽ വിൽക്കുന്നത് ഒഴിവായി കിട്ടുമെന്ന് പറയുന്നു ജിതിൻ. ഇത് എളുപ്പം പറഞ്ഞു തുടങ്ങി. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വീട്ടിലിരുന്ന് കൊച്ചു കുട്ടികളൊക്കെ ഇതിൽ പങ്കുചേരും, നാട് നശിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ആര്യ ഇത് ഒരിക്കലും അനുവദിക്കരുത്. ഞാനല്ല, സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും പേടിച്ചിട്ട് പുറത്തിറങ്ങി വാങ്ങാറില്ല. മാന്യന്മാരായിട്ട് രാത്രി ചെന്ന് വാങ്ങും. ഓൺലൈനിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ കുട്ടികൾ വരെ വാങ്ങും. ഒരു വ്യാജ ഐഡിയ ഒക്കെ ഉണ്ടാകാൻ അത്ര പ്രയാസമുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അനന്തകൃഷ്ണൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, ഇതപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ബെന്നി ബെഹനാൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതായത് റേഷൻ ഒക്കെ വീട്ടിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കൊള്ളാം, അതാണ് സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്, അല്ലാതെ മദ്യമല്ല എന്ന് പറയുന്നത്. പക്ഷേ KCBC ഇതാ ഇപ്പോൾ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. സർക്കാർ പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. അപ്പോൾ ആശയം കേൾക്കുന്നതിന് മുൻപ് തന്നെ പ്രതിഷേധങ്ങൾ, എതിർസ്വരങ്ങൾ വന്നു തുടങ്ങി. ആര്യ, നമ്മളിപ്പോൾ ഈ ഞായറാഴ്ച, സ്വസ്ഥമായ ഒരു ഞായറാഴ്ച രാവിലെ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഇത്രത്തോളം ഒരു ബഹളം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല. ആവേശകരമായ പ്രതികരണങ്ങളാണ് പല ഭാഗത്തുനിന്നും അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്, ഇതിന് മദ്യപന്മാർക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകൾ, മദ്യപിക്കുന്ന സ്ത്രീകൾ സാധാരണ ഔട്ട്ലെറ്റിലൊക്കെ പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് കൂടുതലായി ബുക്ക് ചെയ്ത് മദ്യം വാങ്ങിക്കാൻ കഴിയും. അത് മദ്യവിൽപ്പനയെ കൂട്ടുകയും ചെയ്യും. മറ്റൊന്ന്, ഇപ്പോൾ കുറച്ച് പേർ ചേർന്ന ഒരു സ്ഥലത്തിരുന്ന് മദ്യപിക്കുകയാണ്. അവരുടെ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മദ്യം തീർന്നുപോയി, കൂടുതൽ മദ്യം വേണം. അപ്പോൾ ഈ മദ്യപിച്ച അവസ്ഥയിൽ വണ്ടി ഓടിച്ച് ബുക്ക് ഔട്ട്ലെറ്റിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, പോലീസ് പിടിക്കും. ഇങ്ങനെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഗുണമാകും എന്നൊക്കെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മദ്യപന്മാർക്ക് അനുകൂലമായ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ഇത് നടപ്പാക്കുക വലിയ പ്രയാസമാണ് സർക്കാരിനെ സംബന്ധിച്ച്. ഉറപ്പായിട്ടും പ്രതിപക്ഷം ഇതിനെതിരെ വരും. അതിനൊപ്പം തന്നെ മദ്യവർജനം എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളൊക്കെ. ഇപ്പൊ ആകാശ് എന്ന് പറഞ്ഞൊരു ID ഒരാൾ പറയാണ്, രാത്രി കാലങ്ങളിൽ വെള്ളമടിച്ച് ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ പോലീസ് പിടിക്കുന്നത് കുറയും. എന്തോരം, എത്ര പെട്ടെന്നാണ് ആളുകൾ ചിന്തിച്ചു പോണേ നോക്കൂ. അതെ, മദ്യവും മലയാളികളും തമ്മിൽ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ, ഓണം, ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ പ്രധാനമായും നമുക്കറിയാം അതിന്റെ കണക്ക് വരുമ്പോൾ എത്രത്തോളം ഇത് ഈ ആഘോഷങ്ങൾ മദ്യപിച്ച് എന്താ പറയുക, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിനിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വലിയ ചർച്ചയാകുന്നതും. ഏതായാലും ഇതിന് നടപ്പാക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ബെവ്കോ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം പല മാറ്റങ്ങളും ഔട്ട്ലെറ്റുകളിൽ ബെവ്കോ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, പ്രീമിയം ഷോപ്പുകൾ തുടങ്ങി കൂടുതൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു സംസ്ഥാനത്ത് പുതിയതായി. പക്ഷേ അപ്പോഴും തിരക്കൊരു പ്രശ്നമാണ്. മാത്രമല്ല, ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ കൂടുതലും ഈ ജീവനക്കാരായിട്ടുള്ളത് സ്ത്രീകളാണ്. പലപ്പോഴും മദ്യപിച്ചെത്തുന്നവരുടെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. മറ്റൊന്ന്, സുരക്ഷാ പ്രശ്നങ്ങളാണ്. സെക്യൂരിറ്റിക്ക് പകരം സെക്യൂരിറ്റി ക്യാമറകളാണ് ഉള്ളതെങ്കിലും അതിനെ വെട്ടിച്ച് പ്രീമിയം ഷോപ്പുകളിൽ നിന്നും മദ്യക്കുപ്പികൾ കടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനന്തകൃഷ്ണനും ജിബിനുമാണ് വിവരങ്ങൾ നൽകിയത്. അനന്തൻ പറഞ്ഞതുപോലെ മലയാളികൾ, പ്രത്യേകിച്ച് മദ്യം വാങ്ങുന്നവർ, മദ്യം ഉപയോഗിക്കുന്നവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മളിങ്ങനെ ഈ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആശയം മാത്രമാണ്. ബെവ്കോ ഒരു അപേക്ഷയാണ് സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. ഇതിനു മുൻപും ഇത് കൊടുത്തിരുന്നു. അപ്പോൾ എന്താകും എന്നുള്ളത് അറിയില്ല. നിലവിൽ ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്, ഒന്ന് പശ്ചിമ ബംഗാളും മറ്റൊന്ന് ഒഡീഷ. ഈ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് മദ്യത്തിന്റെ ഓൺലൈൻ വിൽപ്പന ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വന്നിരുന്നു. പക്ഷേ അത് കോവിഡ് കാലത്താണ്. കോവിഡ് കഴിഞ്ഞു, എല്ലാവരും പുറത്തിറങ്ങി, അവർ ആ ഏർപ്പാട് നിർത്തലാക്കിയിരുന്നു. അപ്പോൾ കേരള സർക്കാർ, പിണറായി സർക്കാർ, ഇടതുപക്ഷം എങ്ങനെയായിരിക്കും മദ്യം വീട്ടിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ സർക്കാരാണ് ഇനി തീരുമാനിക്കേണ്ടത്.